നിങ്ങൾ ഈ പറയുന്ന കണക്കല്ലേ പുണ്യപരിവേക്ഷ കൊടുത്തിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ എത്ര സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്, എന്ത് ത്യാഗമാണ് കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? ആ പുറത്ത് പറയുന്ന ആളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ജയരാജ് എത്ര സമരത്തിൽ പങ്കെടുത്തു, എത്ര ത്യാഗം ചെയ്തു, എത്ര പ്രാവശ്യം ജയിലിൽ പോയി? ഒരു ത്യാഗം സഹിക്കാത്ത കൊളരാത്തവൻ എന്ന് താങ്കൾ പറയുന്ന ആൾ ഇക്കാലം അത്രയും CPM ജില്ലാ നേതൃത്വത്തിൽ ഇരിക്കുകയായിരുന്നു. MV ഗോവിന്ദനോട് ജയരാജ് ചോദിക്കണം, ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തിയ ഈ മോശപ്പെട്ട കുഞ്ഞികൃഷ്ണനെ എന്തിനാണ് നിങ്ങൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്തു വെച്ചതെന്ന്. പോട്ടെ, ഇനി അയാൾ കൊളരാത്തരാന്ന് വെക്ക്. അയാൾ വന്നിറങ്ങി പറയുകയാണ് നിങ്ങൾ രക്തസാക്ഷി ഫണ്ട് കട്ടുമുടിച്ചു എന്ന് പറയുകയാണ്. രേഖാമൂലം തെറ്റെന്ന് പറയണ്ടേ? അതല്ല പാർട്ടി വിരുദ്ധ കോടാലിക്കൈ എന്നൊക്കെയുള്ള കേട്ടാൽ ചിരിവരുന്ന പഴയ ക്ലീഷ എടുത്ത് അടിക്കാണോ വേണ്ടത്? പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്തൊരു സഖാവിന് വേണ്ടി പിരിച്ച പണം ഉളുപ്പില്ലാതെ അടിച്ചണ്ണാക്കിൽ തള്ളിയെന്നാണ് ആരോപണം. അസത്യമാണെങ്കിൽ കോടാലിക്കൈ പോലെയുള്ള ക്ലീശ വർത്താനം നിർത്തി എത്ര പണം പിരിച്ചു, എത്ര കാശ് കൊടുത്തു, എത്രയാണ് ബാക്കി എന്ന് 3 ഫിഗർ കേരളത്തിന്റെ മേശപ്പുറത്ത് വെക്കാൻ ധൈര്യമുണ്ടോ പയ്യന്നൂർ നേതാക്കളെ? KK രാഗേഷേ, ഈ പറഞ്ഞ പാർട്ടി കോട്ടയിൽ വീട്ടിനകത്ത് വെട്ടേറ്റ് മരിച്ച് ധനരാജിന്റെ പേരിൽ പണം പിരിച്ച് അമക്കി എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണം. ആ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കാൻ പാർട്ടിക്ക് വളരെ വേഗം പറ്റും. ഇത്ര രൂപ വന്നു, ഇത്ര രൂപ സഹായധനമായി കൊടുത്തു, ഇത്ര രൂപ വീട് നിർമ്മാണത്തിന് കൊടുത്തു, ഇത്ര രൂപ കേസ് നടത്തിപ്പിന് കൊടുത്തു, ബാക്കി ഞങ്ങളുടെ മക്കൾ ഇത്ര രൂപ ഉണ്ട് എന്ന് വളരെ വ്യക്തമായി പറയാവുന്ന ഒന്നിനെ അതിന് മടിക്കുമ്പോ കള്ളത്തരം കാട്ടിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീ ജയരാജ്? മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. അത് പുറത്തുവിടാൻ പേടിയൊന്നുമില്ല. ഇല്ലാത്തൊരു ആരോപണത്തിന്റെ പേരിൽ കണക്ക് ചോദിക്കുമ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. എനിക്കറിയാവുന്ന കണക്ക് ഞാൻ പറയാം. ഏതാണ്ട് 36 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ധനരാജിന്റെ രക്തസാക്ഷി ധനരാജിന് വീട് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര. അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ സ്വയം സംരംഭക സ്ഥാപനം ഉണ്ടായിരുന്നു. ആ സ്ഥാപനത്തിന്റെ കടം മുഴുവൻ പാർട്ടിയാണ് വീട്ടിയത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു. അതിന്റെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേസിന്റെ വക്കീലിനുള്ള ചെലവ് ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ പൊക്കി പറയണേ? അതിനുശേഷം പിന്നീട് അവരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു, ജനപ്രതിനിധിയാക്കി. തുടർച്ചയായിട്ട് അവരുടെ കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ സഹായവും പാർട്ടി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പയ്യന്നൂരിലെ പാർട്ടി സഹാൾക്കാർ അറിയാം. ഒന്നും തെറ്റാറില്ല, ഇതുവരെ ഒന്നും തെറ്റിയിട്ടുമില്ല. ഏതെങ്കിലും ഒരാൾ ഈ പറഞ്ഞ കണക്കോ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാലല്ലേ ഇത് പറയുന്നതിനകത്ത് അല്ലാത്ത ഒരാൾ 50 വർഷം പാർട്ടിയിൽ നിന്ന ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ വളരെ കൃത്യമായി ക്രോണോളജിക്കലി ഇന്ന പൈസ ഇന്ന വഴിക്ക് പോയി, ഒരു ജോയിന്റ് അക്കൗണ്ട് 2 പേരുടെ പേരിൽ ഉണ്ടായി, അതിലേക്ക് പണം പോയി, അതിലെ പലിശ ഒരാൾ എടുത്തു, ഒരു 5 ലക്ഷം രൂപ ഒരാളുടെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് പോയി എന്നൊക്കെ ക്രോണോളജിക്കലി തെളിവ് സഹിതം രേഖാമൂലം പറയുമ്പോ രേഖാമൂലം തെറ്റെന്ന് പറയണ്ടേ? അതല്ല പാർട്ടി വിരുദ്ധ കോടാലിക്കൈ എന്നൊക്കെയുള്ള കേട്ടാൽ ചിരിവരുന്ന പഴയ ക്ലീഷ എടുത്ത് അടിക്കാണോ വേണ്ടത്? ഇന്നലെ പോയി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നൊന്നായി തെറ്റാണ് എന്ന് സ്ഥാപിക്കലായിരുന്നില്ല KK രാഗേഷ് ഉത്തരവാദിത്വം. അത് ചെയ്യുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട് വിയർക്കുന്ന സഖാവിനെ ഇന്നലെ കണ്ടത് ശ്രീ ജയരാജ്. നാണക്കേടാണ്. ഇതിനകത്ത് കുഞ്ഞികൃഷ്ണൻ ഉദ്ദേശിച്ച നിങ്ങൾ ഈ പറയുന്ന കണക്കല്ലേ പുണ്യപരിവേക്ഷ കൊടുത്തിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ എത്ര സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്, എന്ത് ത്യാഗമാണ് കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഇത് ബോധം വെക്കണമൊന്നുമില്ലെന്നാ തോന്നുന്നത്. അദ്ദേഹം ഒരു ത്യാഗം സഹിച്ചിട്ടില്ല. ഈ അദ്ദേഹം പാർട്ടിക്കെതിരെ ആകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പുണ്യപരിവേക്ഷ ത്യാഗം സഹിക്കാത്ത ഒരാൾ CPM പോലെ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ കമ്മിറ്റി അങ്ങോട്ട് ഇരിക്കുമായിരുന്നു. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. കാളുകളുണ്ടാവും. ഒരു ത്യാഗം സഹിക്കാത്ത കൊളരാത്തവൻ എന്ന് താങ്കൾ പറയുന്ന ആൾ ഇക്കാലം അത്രയും CPM ജില്ലാ നേതൃത്വത്തിൽ ഇരിക്കുകയായിരുന്നു. പോട്ടെ, ഇനി അയാൾ കൊളരാത്തരാന്ന് വെക്ക്. അയാൾ വന്നിറങ്ങി പറയുകയാണ് നിങ്ങൾ രക്തസാക്ഷി ഫണ്ട് കട്ടുമുടിച്ചു എന്ന് പറയുകയാണ്. കട്ടുമുടിച്ചിട്ടില്ല, ദാ ഇത്ര പൈസ ഞങ്ങളുടെ ബാക്കിയുണ്ട് എന്ന് പറയാൻ ഉത്തരവാദിത്ത പാർട്ടിക്കുണ്ടെന്ന്. അത് പറയാതെ മുട്ടുപറക്കുമ്പോഴല്ലേ സംശയം പിന്നെയും ബലപ്പെടുന്നത്. ഇതിനകത്തുള്ള ഒരു വിഷയം എന്താ ആഷ്മി, ഇത് കുഞ്ഞികൃഷ്ണൻ ഇന്നലെ തുടങ്ങിയൊന്നുമല്ല. കുഞ്ഞികൃഷ്ണൻ ഈ ഓഡിറ്റിന്റെ പേരിൽ ഈ രസീത് കാണുന്നില്ല, മറ്റേത് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4 വർഷമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതിനകത്ത് പാർട്ടി അന്വേഷണം നടത്തി കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ട് കുഞ്ഞികൃഷ്ണൻ ഏരിയ സെക്രട്ടറി സ്ഥാനം നിന്ന് ഒഴിവാക്കി ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തിയുണ്ടായി. അതിനുശേഷം പിന്നീട് പാർട്ടിയോട് ചെന്ന് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും അങ്ങനെ ജില്ലാ കമ്മിറ്റി ഏരിയ സെക്രട്ടറി ആക്കി വെക്കാൻ പറ്റാത്തത്. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ പറയട്ടെ ആഷ്മി, അപ്രതീക്ഷിതമായിട്ട് കുഞ്ഞികൃഷ്ണന്റെ ഒരു ബോധോദയം ഉണ്ടാവുന്നു. ഏഷ്യാനെറ്റിനകത്ത് വന്നിട്ട് ഇന്റർവ്യൂ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു. ആ ഇന്റർവ്യൂവിനെ തുടർന്ന് ചർച്ചയായി മാറുന്നു. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ബി ജയരാജ് എന്തിനായി വളച്ചു കിട്ടുന്നേ? ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ പറ. നിയമസഭാ
തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയോ BJPയുടെ കോടാലിക്കയെ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ സ്വന്തമായി മത്സരിക്കാൻ ആലോചിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ കോൺഗ്രസിലേക്ക് തുടങ്ങിയ രാഷ്ട്രീയ ആരോപണം മൊത്തം ഉന്നയിക്കേ. എല്ലാ ആരോടും ഉന്നയിക്കുന്നതിന് മുമ്പ് ഈ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ഈ രക്തസാക്ഷി ഫണ്ട് മുക്കി നക്കുന്നവരല്ല ഞങ്ങൾ ഇന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തണം. 3 ഫിഗർ വെക്കുക, കണക്ക് ഇത്ര എന്ന് വെച്ചാൽ ഈസിയായി പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ബാക്കി രാഷ്ട്രീയരോട് പറ. അത് പറയാൻ മടിച്ച് രാഷ്ട്രീയരോട് മാത്രം പറയപ്പെടാം പ്രശ്നം. ഇതിനകത്ത് ഞാൻ പയ്യന്നൂരിലെ പാർട്ടിക്കാരെ മാത്രമേ കുറ്റം പറയത്തുള്ളൂ. കാര്യം എന്താണെന്നറിയോ, ഇങ്ങനെ ഒരാളെ ഒരു ലോക്കൽ കമ്മിറ്റിയിലെ അംഗമായി പോലും ഒരു ബ്രാഞ്ച് മെമ്പറായിട്ട് പോലും നിലനിർത്താൻ കൊള്ളാത്ത ഒരാളെ എന്തിനാണ് ലോക്കൽ കമ്മിറ്റിയിൽ എടുത്തത്? എന്തിനാണ് ഏരിയ കമ്മിറ്റിയിൽ എടുത്തത്? എന്തിനാണ് ജില്ലാ കമ്മിറ്റിയിൽ എടുത്തു വെച്ചത്? അതിനാണ് പാർട്ടി ഉത്തരം പറയേണ്ടുന്നത്. സ്ക്രീനിങ്ങിനകത്തുള്ള കുഴപ്പം. ഒരു റൂട്ട് പറഞ്ഞ നിന്നെ തന്നെ ചാമ്പുക. EMS പറഞ്ഞ എന്താണ്, എന്റെ ജീവിതം മുഴുവൻ ഞാൻ പാർട്ടിക്ക് വേണ്ടി കൊടുത്തിട്ട് പാർട്ടി എനിക്ക് എപ്പോ വേണമെങ്കിലും എന്നെ ഒഴിവാക്കാം, ഞാൻ പാർട്ടിക്ക് എതിരാണെങ്കിൽ എന്ന് പറഞ്ഞ പ്രസംഗങ്ങൾ ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ ചാനലിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. എന്ത് പറഞ്ഞാലും ഈ പറയുന്ന ഫണ്ട് തട്ടിപ്പാരോപണത്തിന് ഫണ്ടിനെ കുറിച്ചുള്ള വ്യക്തതയില്ലെങ്കിൽ വ്യക്തത വരില്ല. എത്ര നോക്കിയാലും വെളുപ്പിക്കാനും കഴിയില്ല ശ്രീ ജയരാജ. അതിന് ഈ കുഞ്ഞികൃഷ്ണൻ മഹാ കൊള്ളരുതാത്തവനാണെന്നും മഹാമോശക്കാരനാണെന്നും അദ്ദേഹം മറ്റെന്തോ ദുഷ്ടലക്ഷ്യത്തിൽ വന്നാണെന്നൊക്കെ വെറുതെ വാദോരാതെ ആരോപിച്ചുകൊണ്ടിരിക്കാമെന്നതല്ലാതെ അതിൽ വ്യക്തത വരണമെങ്കിൽ ആ ഫണ്ടിന്റെ കണക്കുകൾ കേരളം കാണണം. അത് പുറത്തുവിടാൻ ഭയക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒളിക്കാനുണ്ടെന്നാണ് അർത്ഥം. ഞാൻ അറിയുന്നത് ഇതിനകത്ത് ഒരു ഭയമില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. അദ്ദേഹം പറയുന്ന ആരോപണങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ ഇപ്പൊ LDF വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുന്ന സഹയാത്രികൻ ജയരാജ് ചോദിക്കുന്നത് കേട്ടു, കുഞ്ഞികൃഷ്ണൻ എത്ര സമരം ചെയ്തു, എത്ര മാത്രം ജയിലിൽ പോയി, എത്ര ത്യാഗം ചെയ്തു എന്ന്. വിവരമുണ്ടോ തനിക്ക്? സത്യമായിട്ടുമില്ല. ഇങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാളെ കുഞ്ഞികൃഷ്ണനെ എന്തിനാണ് ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് CPM തെരഞ്ഞെടുത്തതെന്ന് നിങ്ങൾ അവരോട് പോയി ചോദിക്കണം. ഇനി കുഞ്ഞികൃഷ്ണനെ വ്യക്തിപരമായി ആക്ഷേപിക്കുമ്പോൾ അയാൾ ഉയർത്തിയ ഒരു ചോദ്യം, ജനാധിപത്യപരമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉയർത്തേണ്ട ഒരു ചോദ്യം അങ്ങനെ ചോദിച്ചു. അതിന് മറുപടി കിട്ടാതെ 8-9 വർഷക്കാലം മറുപടി കിട്ടാതെ വന്നപ്പോൾ പുറത്ത് പറഞ്ഞു. ആ പുറത്ത് പറയുന്ന ആളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ജയരാജ് എത്ര സമരത്തിൽ പങ്കെടുത്തു, എത്ര ത്യാഗം ചെയ്തു, എത്ര പ്രാവശ്യം ജയിലിൽ പോയി, കുഞ്ഞികൃഷ്ണനെ ആക്ഷേപിക്കാൻ താങ്കൾക്ക് എത്രത്തോളം സീനിയോറിറ്റി ഉണ്ട് എന്ന് താങ്കളൊന്ന് ആലോചിക്കണ്ടേ? അപ്പോൾ ഇത് നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്ന ആളെ ആക്ഷേപിക്കുന്നതല്ല. താങ്കൾ ഒരു അധ്യാപകൻ കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആക്ഷേപിക്കുന്നതല്ല ഒരു ഉത്തരം. ഇനി ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തിയ കുഞ്ഞികൃഷ്ണനെ പിന്നീട് കുഞ്ഞികൃഷ്ണൻ പോയി കാല് പിടിച്ചു എന്നാണ് ജയരാജന്റെ വാദം. അങ്ങനെ കാല് പിടിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാക്കിയെന്ന് സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന പറയൂ. എങ്കിൽ MV ഗോവിന്ദനോട് ജയരാജ് ചോദിക്കണം, ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തിയ ഈ മോശപ്പെട്ട കുഞ്ഞികൃഷ്ണനെ എന്തിനാണ് കുഞ്ഞികൃഷ്ണൻ കാല് പിടിച്ചപ്പോൾ നിങ്ങൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്തു വെച്ചതെന്ന്. അപ്പൊ ഈ കുഞ്ഞികൃഷ്ണൻ വല്ല സത്യവും വിളിച്ചു പറഞ്ഞാലോ എന്നുള്ള ഭയപ്പാട് കൊണ്ടാണോ ബ്രാഞ്ചിൽ നിന്ന് കുഞ്ഞികൃഷ്ണനെ നിങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് തെരഞ്ഞെടുത്തത് എന്ന് ചോദിക്കേണ്ടത് ജയരാജ് അത് MV ഗോവിന്ദനോട് പോയാണ് ചോദിക്കേണ്ടത്, ഞങ്ങളോടല്ല. ഇങ്ങനത്തെ ഒരു കൊള്ളരുതാത്തവനെ അങ്ങനെയാണ് ആക്ഷേപിക്കുന്നത്. ഇങ്ങനത്തെ കൊള്ളരുതാത്തവനെ നേതാവാക്കിയ ആ പയ്യന്നൂരിലെ സഖാക്കന്മാരോടാണ് ചോദിക്കാനുള്ളതെന്ന്. ഇത്രയും കൊള്ളരുതാത്തവനെ എങ്ങനെയാണ് 10-50 വർഷക്കാലം പാർട്ടിയിൽ പ്രവർത്തിക്കാൻ സാഹചര്യമുണ്ടായത്? അപ്പോൾ കൊള്ളരുതാത്ത ആളുകളെയാണോ നിങ്ങൾ ട്രെയിൻ ചെയ്ത് കേഡർ സിസ്റ്റത്തിലൂടെ നേതാവാക്കി കൊണ്ടുവരുന്നത്? ഇപ്പൊ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്. ജയരാജ് സത്യത്തിൽ ഈ കള്ളന്മാരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആ പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് എടുത്തത്. അത് തെറ്റാണ്. കാര്യം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് സംഘടനാപരമായിട്ടൊക്കെ പ്രത്യയശാസ്ത്രപരമായൊക്കെ CPM വിമർശിക്കുമെങ്കിലും ആ പാർട്ടിയെ ഇങ്ങനെ നാണം കെടുത്തുന്ന ഒരു വാദം LDFന്റെ സഹയാത്രികനായിട്ടുള്ള താങ്കൾ ഉന്നയിക്കാൻ പാടില്ലായിരുന്നു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് സംഘടനാപരമായി പ്രത്യയശാസ്ത്രപരമായി കലാപക്കൊടി ഉയർത്തി ചോദ്യങ്ങൾ ചോദിച്ച TP ചന്ദ്രശേഖരൻ പിന്നെ 51 വെട്ടുകൊണ്ട് മരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓർത്താ ഇപ്പോഴും പേടിയാവുന്നു. TP ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞ കൊടിസുനി അടക്കമുള്ളവർക്ക് 620 രൂപയായിട്ട് കൂലി വർദ്ധിപ്പിച്ചു കൊടുത്ത ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോ കുഞ്ഞികൃഷ്ണനെതിരെ മുദ്രാവാക്യം വിളിക്കാനായിട്ട് എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. പരോളിൽ ഇറങ്ങിയ ഒരു കുറ്റവാളി പോലും വന്നിരിക്കുമ്പോ പരോളിന്റെ ചട്ടം ലംഘിച്ചുകൊണ്ട് കുറ്റവാളി പോലും കുഞ്ഞികൃഷ്ണനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് അടിയന്തര പ്രമേയമായിട്ട് നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തം. അതെ, അതാ എന്റെ ശരി. കുഞ്ഞികൃഷ്ണൻ സഖാവാണ്, കുഞ്ഞികൃഷ്ണൻ CPM-കാരനാണ്. പക്ഷെ കുഞ്ഞികൃഷ്ണന്റെ ജീവൻ നിലനിർത്തേണ്ടത് ഈ സംസ്ഥാനത്തെ പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. കുഞ്ഞികൃഷ്ണനെ പോലുള്ള ആളുകളെ സംരക്ഷിക്കുന്നത് പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തം. കുഞ്ഞികൃഷ്ണൻ തീരെ പിന്തുണയില്ലാത്ത ആളല്ല. അങ്ങനെ ആ കമ്മിറ്റി തീർന്നു.